ഹലോ, എന്താണ് വിശേഷം? എന്തുവായിരുന്നു ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ? എന്താ സംഭവം? നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കുഴപ്പമുള്ള ആളുമല്ല, അതെ ഞാൻ അങ്ങോട്ട് തിരക്കാന്നിട്ട് വന്നത്. നിങ്ങളതൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ പോലീസൊക്കെ ഇവിടെ വന്ന് ആകപ്പാടെ പ്രശ്നമായി. അതിന്റെ കാര്യം അതൊക്കെ ഉണ്ടടേ, താണ്ടെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു എന്തിനാണ്. അതെ, ഞാൻ ഇറങ്ങി വരുമ്പം ഇവിടെ എല്ലാം വണ്ടിയുടെ ബഹളമാണ്. അതുകൊണ്ട് ആദ്യം ഒരു ഞാനൊരു നോ പാർക്കിംഗ് ബോർഡ് വെച്ചു, അതിനെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഒരെണ്ണം വെച്ചു, അതിൻ്റെ പേരിലാണ് ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഗേറ്റിന് മുമ്പിൽ നോ പാർക്ക് ബോർഡ് വച്ചാൽ കഠിന ശിക്ഷയാണ്. ഏകദേശം 2 വർഷക്കാലം നിങ്ങൾക്ക് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. ഇത് പഞ്ചായത്തിനോ മറ്റ് സ്വയംഭരണ വകുപ്പിനോ ഇത് കേസിൽ വ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. നമ്മൾ നിയമത്തെ അനുസരിച്ചല്ലേ പറ്റൂ. എന്താ പറയാനാ, ഇത് എവിടെയാ നിങ്ങൾ ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ഞാൻ എന്തോ പറയാനാ. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ? അത് അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലേ ഇവിടെ? ഇതൊന്നും ഇനി ഒരുത്തിനോടുണ്ട്, മഞ്ജു. അവന് ഇച്ചിരി ഇളക്കമുണ്ട്. അവൻ്റെ ഇളക്കം കൂടെ ഒന്ന് തീർക്കണം. ചെറിയൊരു പണി അവനും കൊടുത്തേക്കാം. ഹലോ ഹലോ, പഞ്ചായത്ത് ഓഫീസാണ് സാർ. അപ്പം നമ്പർ തെറ്റില്ല. ഞാൻ പലവട്ടം വിളിച്ചായിരുന്നു, സാറിനോട് പറഞ്ഞുകൊണ്ടായിരുന്നു. മഞ്ജു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിന് മുമ്പിൽ ഇങ്ങനെ നോ പാർക്കിംഗ് ബോർഡ് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മറ്റു ഭാഗങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലവട്ടം അവൻ പലരുടെയും തോളാൻ കയറാൻ ചെന്ന് വലിയ വിഷയത്തിൽ കിടക്കുക. ഞാൻ സാറിന് പലവട്ടം വിളിച്ചു, ഒന്ന് പോയി കാണുമോ കേൾക്കുമോ എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നു. സാറേ സാറേ മനസ്സിലായി ഞാൻ പറഞ്ഞ സംഭവം എവിടെയെന്ന് മനസ്സിലായോ? 7-ാം വാർഡിൽ മഞ്ജുവിൻ്റെ വീടാണ്. അതെ, അത് തന്നെ മാറ്റിയോ? എപ്പോൾ മാറ്റി സാറേ? ഞാൻ ഇന്ന് രാവിലെ കണ്ടു സാറേ. ഇന്ന് എന്തിനാ സാറേ സാറിനോട് കള്ളം പറയുന്നത്? സാറ് ഉദ്യോഗസ്ഥനല്ലേ? ഞാനൊരു സാറിനെക്കാരനല്ലേ? എനിക്ക് പൊതുജനങ്ങളുടെ പൊതു കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് തന്നെ പറയുന്നത്. സാറിനോട് പറഞ്ഞാൽ ഇത് നടക്കത്തോളൂ എനിക്കറിയാം. ഇല്ല മാറ്റി, അവിടെ തന്നെ ഉണ്ട്. എന്നാ സാറ് പറഞ്ഞാൽ ലംഘിച്ച് വെച്ചതാ സാറേ. ഇതങ്ങനെയുണ്ട് ഇവരത്തി വിട്ടുകൂടാ. സാർ ഉദ്യോഗസ്ഥനല്ലേ? സാറിന് ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരല്ലേ? അപ്പം തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കണം. എന്നാ വീട്ടിൽ കൊണ്ട് വെച്ചതാണ് സാറേ. സാറ് പറഞ്ഞതിന് ബഹിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് വെച്ചതാണ്. അതാണ് സത്യാവസ്ഥ. ഒന്ന് നോക്കണം സാറേ, അത്യാവശ്യം. ഓക്കെ, താങ്ക് യു സാറേ. ആയിക്കോട്ടെ. എന്തോ പറയാനാ, അന്ന് 2 പേർക്കൊരു പണി കൊടുത്തു. അപ്പം ഇപ്പോഴത്തെ പണി കുറച്ചുകൂടെ ഏറ്റു. അതായത് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എന്തോ അവനൊക്കെ എന്തോ ഇളക്കമായി ഇളകുന്നേ. അപ്പം ഇങ്ങനെ പറ്റത്തില്ല, അന്ന് നേരിട്ട് എല്ലാം പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇന്ന് എനിക്ക് ഏതായാലും 2 കോളത്തും അത് ക്ലിക്കായി. ഇന്നെനിക്ക് സുഖമായിട്ട് 2 അടിച്ചേച്ച് സുഖമായിട്ട് ഡാൻസും കളിച്ച് വീട്ടിൽ പോയി സുഖമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇയാളായിരിക്കും എനിക്കിട്ട് പണി ആർക്ക് പണി കൊടുക്കാൻ വേണ്ടി ആ മൊബൈൽ ഓണാക്കി ആരെ വിളിക്കണം. എനിക്കും പഞ്ചായത്തിൽ മഞ്ജുവിന്റെ കുഞ്ഞിന്റെ പേര് പറയുന്നത് അവിടുത്തെ മഞ്ജു ആയിരിക്കും കേട്ടോ. അവനായിരിക്കും പണി കൊടുക്കുന്നത്.